Hello viewers, once again welcome back to my channel. അപ്പോൾ ഇന്ന് വീഡിയോ എടുക്കാൻ ഒത്തിരി ലേറ്റ് ആയി പോയി. ഷോപ്പിൽ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ അതാണ് എനിക്ക് വീഡിയോ എടുക്കാനുള്ള സമയം കിട്ടിയില്ല കേട്ടോ. അതുകൊണ്ട് ഇത്ര ലേറ്റ് ആവുന്നത്. എല്ലാ ദിവസവും ഒരേ സമയത്ത് ഇടണമെന്ന് വിചാരിക്കും, പക്ഷെ നടക്കാറില്ല, അതാണ് വാസ്തവം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് നമ്മുടെ ഒത്തിരി കസ്റ്റമേഴ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു സൈഡ് സ്ലിറ്റ് വന്നിട്ടുള്ളത് ജോർജറ്റൊക്കെ എന്താ ഇടാത്തത്, അപ്പം എല്ലാവർക്കും എ ലൈൻ കട്ട് ഇഷ്ടമല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ സൈഡ് സ്ലിറ്റിൽ വന്നിട്ടുള്ള കുർത്തീസാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കാനായിട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ ഇങ്ങനെ 1-2 കമൻറ്റ്സ് കണ്ടിട്ടുണ്ടായിരുന്നു, ഒരു വീഡിയോയിൽ ഒരു കുർത്തി മാത്രം ആക്കാണ്ട് കുറച്ച് കളേഴ്സ് അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ കാണുന്നവർക്ക് കുറച്ചുകൂടി ഈസി ആണല്ലോ. അപ്പോൾ ഞാൻ ഇന്ന് ഞാൻ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകും. അപ്പോൾ ഇതാണ് നമ്മുടെ കുർത്തീൻ്റെ ക്ലോസ് വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ രണ്ടിൽ എന്താ ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടും ജെറ്റ് ബ്ലാക്ക് ആണ്, രണ്ടിലും അജ്രക്ക് വെച്ചിട്ടുണ്ട്. ഇതിൽ വന്നിട്ടുള്ള ഈ ഒരു കട്ട് ബീഡ് ഇതിൽ കോപ്പറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൽ വന്നിട്ട് ഒരു ഗോൾഡൻ ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു റെയിൻബോ പോലെ വന്നിട്ടുള്ള ഒരു കട്ട് ബീഡാണ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2 ഷെയ്ഡ്സിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ കുർത്തീൻ്റെ ക്ലോസ് വ്യൂ എന്ന് പറയുന്നത്. 47 ലെങ്ത്ത് വരുന്നുണ്ട്. യോക്ക് ഒരു രക്ഷയില്ല. ഞാൻ ഈ വേറെ ഇരിക്കുന്ന നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലായി എത്രത്തോളം ഫിറ്റാണ്. ഞാൻ ഷേപ്പ് പോലും ചെയ്തിട്ടില്ല, അത്രയധികം കറക്റ്റാണ് എനിക്ക് ഈ ഒരു സൈസ്. ഞാൻ വേറെ ഇരിക്കുന്ന 40 സൈസാണ് വേറെ ഇതിരിക്കുന്നത്. സൈഡ് സ്ലിറ്റ് വന്നിട്ടുള്ള പാറ്റേൺ ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കുർത്തി എന്ന് പറയുന്നത്. ഈ ഒരു യോക്ക് ഏരിയയിൽ എത്രത്തോളം നമുക്ക് തിക്ക് വർക്ക് ആക്കാൻ പറ്റും അത്രത്തോളം തിക്കാക്കിയിട്ടാണ് ഈ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത്. സ്ലീവ് കൊണ്ട് 3/4 സ്ലീവാണ്. സ്ലീവിൻ്റെ എൻഡ് പാർട്ടിലായിട്ട് ഇതുപോലെ തന്നെ അജ്രക്ക് വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ലെങ്ത്ത് വന്നിട്ട് 47 ആണ് വരുന്നത്. സൈഡ് സ്ലിറ്റ് വന്നിട്ടുള്ള പാറ്റേൺ ആണ്. വിത്ത് ലൈനിങ്ങിലാണ് വരുന്നത്. ലൈനിങ് ഇതുപോലെയാണ് ചെയ്തിട്ടുള്ളത് നമ്മൾ. അപ്പോൾ ഈ ഒരു കളർ കോമ്പിനേഷൻ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇനി ജസ്റ്റ് ഇതിൻ്റെ ബാക്ക് പാർട്ടും കൂടി കാണിക്കാം. ഇതുപോലെയാണ് വരുന്നത്. എന്താ ഭംഗിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത്ര ഭംഗിയുണ്ട് എല്ലാ കളേഴ്സും. അപ്പോൾ ഇനി നമുക്ക് അടുത്ത കോമ്പിനേഷൻ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത കളർ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. എത്ര ഭംഗിയല്ലേ ഇങ്ങനത്തെ കോമ്പിനേഷൻസ് ഒക്കെ, എപ്പോഴും കിട്ടാറില്ല, വളരെ റെയർ ആയിട്ടാണ് ഇങ്ങനത്തെ കോമ്പിനേഷൻസ് ഒക്കെ വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ക്ലോസർ വ്യൂയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ കുർത്തീൻ്റെ ക്ലോസർ വ്യൂ. കളർ കോമ്പിനേഷൻ ഒരു രക്ഷയില്ല കേട്ടോ, അത്രയധികം ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ മിറേഴ്സും നല്ല തിക്കായിട്ടാണ് വോക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള. കട്ട് ബീഡ്സ് ഒക്കെ യൂസിട്ടാണ്. നെക്കൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല വൈഡായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് കണ്ടു നോക്കാം. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ കുർത്തീൻ്റെ ഓപ്പൺ വ്യൂ എന്ന് പറയുന്നത്. നെക്ക് ഞാൻ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്, നല്ല വൈഡായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ വരും. പക്ഷേ എന്നാൽ ഇറങ്ങിയിട്ടുമില്ല, എന്നാൽ കയറിയിട്ടില്ല. അത്രയധികം കറക്റ്റാണ് കേട്ടോ എനിക്ക് ഈ ഒരു ഫിറ്റ്. എനിക്ക് വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്താൽ പോലും ഇത്രയും അധികം ഭംഗിയിൽ കിട്ടില്ല. ഞാൻ വേറെ ഇതിരിക്കുന്ന ലാർജ് സൈസാണ്. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ കുർത്തീൻ്റെ ഓപ്പൺ വ്യൂ വരുന്നത്. യോക്ക് പോർഷൻ നല്ല തിക്കാക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. എത്ര പറഞ്ഞിട്ട് മതി വരുന്നില്ല, ഞാൻ പറഞ്ഞ് വെറുപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഒരുപാട് ഇനി എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. അത്രയധികം ഭംഗിയുണ്ട് കാണാനായിട്ട്. സ്ലീവ് 3/4 ആണ്. സ്ലീവിൻ്റെ എൻഡ് പാർട്ടിലായിട്ട് ഇതുപോലെ തന്നെ പാച്ച് ചെയ്തിട്ടുണ്ട്. ലെങ്ത്ത് വന്നിട്ട് 47 ആണ് വരുന്നത്. സൈഡ് സ്ലിറ്റ് വന്നിട്ടുള്ള പാറ്റേൺ ആണ്. വിത്ത് ലൈനിങ് ആണ് ടോപ്പ് വരുന്നത്. ഇത് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത കോമ്പിനേഷൻ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത കളർ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. ഒത്തിരി ഭംഗിയില്ല, നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ്. അപ്പോൾ ഇനി നേരെ നമുക്ക് ഇതിൻ്റെ ക്ലോസർ വ്യൂയിലേക്ക് പോകും. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ കുർത്തീൻ്റെ ക്ലോസർ വ്യൂ എന്ന് പറയുന്നത്. നല്ല ഭംഗിയായിട്ട് ഈ ഒരു യോക്ക് കാണാൻ വേണ്ടിയിട്ട് എന്താ പറയുക, കട്ട് ബീഡ്സ്, അതായത് നല്ല സിൽവർ കട്ട് ബീഡ്സും അതുപോലെ തന്നെ മിറേഴ്സും സ്വീക്കൻസും ഒക്കെ കൂടിയായിട്ടാണ്. നല്ലൊരു ലീഫി ഡിസൈനിൻ്റെ മേലിൽ ഉൾപ്പെടെ നമ്മൾ കട്ട് ബീഡ്സ് യൂസ് ചെയ്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതുപോലത്തെയൊക്കെ കോമ്പിനേഷൻസ് ഓരോരുത്തരും കിട്ടില്ല കേട്ടോ, അത്രയധികം ഭംഗിയിലാണ് യോക്ക്. നേരിട്ട് കാണാൻ ഭയങ്കര ഭംഗിയാണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ കുർത്തീൻ്റെ ഓപ്പൺ വ്യൂ എന്ന് പറയുന്നത്. കൊള്ളാമല്ലേ, എന്താ ഭംഗിയല്ലേ. ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ബോട്ടിൽ ഗ്രീൻ ചെയ്യാമോ, സ്ലിറ്റിൽ ചെയ്യാമോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കുർത്തീൻ്റെ ഓപ്പൺ വ്യൂ. യോക്ക് ഏരിയയിൽ അത്യാവശ്യം നല്ല തിക്കായിട്ട് തന്നെയാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. സ്ലീവ് കൊണ്ട് 3/4 സ്ലീവാണ് വരുന്നത്. സ്ലീവിന് എൻഡ് പാർട്ടിലായിട്ട് ഇതുപോലെ തന്നെ പാച്ച് യൂസ് ചെയ്തിട്ടുണ്ട്. സൈഡ് സ്ലിറ്റ് വന്നിട്ടുള്ള പാറ്റേൺ ആണ്. വിത്ത് ലൈനിങ്ങിലാണ് ഈ ഒരു ടോപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നത്. നമുക്ക് അടുത്ത കോമ്പിനേഷൻ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് ഷെയ്ഡ്, നിങ്ങളുടെ എല്ലാവരുടെ ഫേവറേറ്റും അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ എൻക്വയറി വന്നിട്ടുണ്ടായിരുന്ന ഒരു കോമ്പിനേഷനാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ക്ലോസ് വ്യൂ ഒന്ന് കണ്ടു നോക്കാം. ഇതാണ് നമ്മുടെ കുർത്തിൻ്റെ ക്ലോസ് വ്യൂ എന്ന് പറയുന്നത്. എന്തൊരു ഭംഗിയല്ല, എന്തൊരു കോമ്പിനേഷനാണ്. ബ്ലാക്കും റെഡും വന്നിട്ടാണ് ചെയ്തിട്ടുള്ളത്. അത് നല്ല സിൽവർ കട്ട് ബീഡ്സും അതോടൊപ്പം തന്നെ മിറേഴ്സും ഒക്കെ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ വർക്ക് ചെയ്തിട്ടുള്ളത്.
എത്രത്തോളം തിക്കാക്കാൻ പറ്റുമോ അത്രത്തോളം തിക്കാക്കിയിട്ടുണ്ട് വോക്കും കാര്യങ്ങളൊക്കെ. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് കണ്ടു നോക്കാം. അപ്പോൾ ഇതുപോലെയാണ് വരുന്നത്. എങ്ങനെയുണ്ട്? ഇഷ്ടമായി നിങ്ങൾക്ക്? നല്ല ഭംഗിയായിട്ടോ കാണാനായിട്ട്. നല്ല ജെറ്റ് ബ്ലാക്കിലാണ് ഇതെല്ലാം വരുന്നത് കേട്ടോ. ജെറ്റ് ബ്ലാക്കിലാണ് ചെയ്തിട്ടുള്ളത്. യോക്ക് പോർഷൻ ഇതുപോലെയാണ് വരുന്നത്. സ്ലീവ് 3/4 ആണ്. സ്ലീവിന് എൻ പാർട്ടിലായിട്ട് ഇതുപോലെ തന്നെ അജ്രക്കിൻ്റെ പാച്ച് യൂസ് ചെയ്തിട്ടുണ്ട്. സൈഡ് സ്ലിറ്റ് വന്നിട്ടുള്ള പാറ്റേൺ ആണ്. വിത്ത് ലൈനിങ്ങിലാണ് ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ കുർത്തീൻ്റെ ഫുൾ വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഈ കാണിച്ചതിലൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസസ് എന്ന് പറയുന്നത് മീഡിയം, ലാർജ്, XL, XXL, XXL വരെയാണ്. ഞാൻ വേറെ ചെയ്തിരിക്കുന്ന സൈസ് ലാർജ് ആണ്. അപ്പോൾ നിങ്ങൾ അതനുസരിച്ചിട്ട് വേണം സൈസ് എടുക്കാനായിട്ട്. ഞാൻ പ്രത്യേകിച്ച് ഷേപ്പും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. സെയിം ഐറ്റം ആണ് ഞാൻ വേറെ ചെയ്തിരിക്കുന്നത്. കറക്റ്റ് എനിക്ക് ഫിറ്റും കാര്യങ്ങളും എല്ലാം കറക്റ്റാണ്. നെക്കാണെങ്കിൽ കൂടി നല്ല വൈഡാണ്. നമ്മൾ ശരിക്കും സ്റ്റിച്ച് ചെയ്താൽ പോലും ഇത്രയധികം ഈ ഒരു പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടില്ല. അത്രയധികം ഉറപ്പാണ്. എനിക്ക് അത്രയധികം പേഴ്സണലി അത്രയധികം ഇഷ്ടമായിട്ടാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ നിങ്ങൾ വെറുതെ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞത് എനിക്ക് അത്രയധികം ഇഷ്ടമായി. അപ്പോൾ ഞാൻ ഈ കാണിച്ച പാറ്റേൺ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട്, നിങ്ങൾക്ക് പേഴ്സണലി പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക, താഴെ കാണിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ മറക്കാതെ ലൈക്ക് തരിക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.